വാൻഹായ് 503 എന്നുള്ള കപ്പലിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കപ്പലിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. കപ്പലിൽ നിന്ന് 18ഓളം ആളുകൾ ചാടിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആകെ 40 ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമോ നമുക്ക് ഈ ഒരു സമയത്ത് വിവരങ്ങൾ ലഭിക്കുന്നില്ല. അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ആശങ്കാവഹമായ കാര്യം. എന്താണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നത് വ്യക്തമല്ല. അതും ആശങ്ക കൂട്ടുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മറ്റ് കപ്പലുകൾ ഈ തീപിടിച്ച കപ്പലിനടുത്തേക്ക് പോകുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അശ്വജിത്ത് ചേർന്നുണ്ട്. അശ്വജിത്ത്, ഒരു വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറെ ആശങ്കയുടെ നിമിഷമാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് ഈ കപ്പൽ ഉള്ളതെന്നോ ഒന്നും നമുക്കറിയില്ല. ഇപ്പോൾ 40ഓളം ജീവനക്കാരുമാണ് ഈ കപ്പൽ ഉണ്ടായിരുന്നത്. ആശങ്കയുടെ നിമിഷങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അശ്വജിത്ത്. തീർച്ചയായും ജയലക്ഷ്മി, നമുക്ക് ഈ വാൻഹായ് 503 എന്ന കപ്പലിന്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ആണ് സ്ക്രീനിൽ കാണുന്നത്. അതായത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് കൊളംബോ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ഈ കപ്പൽ മുംബൈയിലെ തുറമുഖം ലക്ഷ്യമാക്കിയാണ് യാത്ര തിരിച്ചത്. കേരള തീരത്തുകൂടെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ മാപ്പിലെ ട്രാക്കിങ്ങിലൂടെ ആ പച്ച വരയിലൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ റൂട്ടിലൂടെയാണ് കപ്പൽ സഞ്ചരിച്ചത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരപ്രകാരം ഏതാണ്ട് കോഴിക്കോട്, ഈ മാപ്പിൽ കാണുന്ന പോലെ കോഴിക്കോട് തീരത്ത് നിന്ന് ഏതാണ്ട് 72 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഒരു 120 കിലോമീറ്റർ ദൂരത്തോളം വരും. അവിടെ ഈ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ ആണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ മാപ്പിൽ കാണിക്കുന്നത് പോലെ തന്നെ കൃത്യമായി ഈ കൊളംബോയിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരത്തെ തീരം വഴി, വിഴിഞ്ഞം തീരം വഴി, കൊല്ലം തീരം, ഒപ്പം കോട്ടയം, തൃശ്ശൂർ എന്നീ തീരങ്ങൾ പിന്നിട്ടാണ് കോഴിക്കോട് തീരത്തേക്ക് എത്തിയത്. അവിടെ ഏതാണ്ട് 120 കിലോമീറ്റർ പരിധി മാറി, അല്ലെങ്കിൽ 122 കിലോമീറ്റർ മാറിയുള്ള അന്താരാഷ്ട്ര കപ്പൽ ചാലിലെ ഈ പ്രദേശത്ത് വെച്ചാണ് അപകടം നടന്നതെന്നാണ് പ്രാഥമികമായി നമുക്ക് നിലവിൽ വിലയിരുത്താൻ കഴിയുന്നത്. ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നത് സംബന്ധിച്ചുള്ള അന്തിമ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം തന്നെ നിരവധി കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപകടം വളരെ ഏറെ ഗൗരവതരം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ, മാപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ശരി അശ്വജിത്ത്, എന്തായാലും കേരള തീരത്ത് വീണ്ടും ഒരു കപ്പൽ അപകടം ഉണ്ടായിരിക്കുകയാണ്. അഴീക്കലിന് സമീപമാണ് ഈ കപ്പലിന് തീ പിടിച്ചിട്ടുള്ളത്. 2 കപ്പലുകൾ അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. വാൻഹായ് 503 എന്ന കപ്പലാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്. ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് 40 ജീവനക്കാരാണ്. ഇതിൽ 18 ജീവനക്കാർ ചാടി രക്ഷപ്പെട്ടു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊക്കെ ഇനിയാണ് പുറത്തു വരേണ്ടത്. ഈ കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇനി വരും മണിക്കൂറുകളിലാണ് ഉണ്ടാകുക. ജീവനക്കാർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഈ കപ്പലിലുണ്ടായിരുന്ന ചരക്ക് എന്താണ് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഏതാണ്ട് 50ഓളം കണ്ടെയ്നറുകൾ ഈ കടലിൽ പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. അതിൽ എന്താണ് എന്നതിൽ വ്യക്തതയില്ല. അത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. ഈ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചത് രക്ഷാപ്രവർത്തനത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നതൊക്കെ നമുക്കിനി കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ കപ്പലുകൾ ഈ തീപിടിച്ച കപ്പലിന് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയുമാണ്.